ദ ജേർണലിസ്റ്റിലേക്ക്. വരുന്ന ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രായേലിന് നേരെ അതിഭയാനകമായ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ചില ആക്രമണങ്ങൾക്കും മുന്നൊരുക്കങ്ങൾക്കും ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, യുദ്ധം എന്നത് എന്തായാലും സംഭവിക്കുമെന്നും ഞങ്ങൾ തന്നെ അതിന് തുടക്കമിടുമെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു യുദ്ധം ഉണ്ടാകും എന്ന പ്രതീതി ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ക്ലിയർ കട്ടായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹനിയെ കൊലപ്പെടുത്തിയത് ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഹനിയെ കൊലപ്പെടുത്തിയത് ഞങ്ങളല്ല എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനും ഹമാസുമൊക്കെ ആദ്യം മുതൽ തന്നെ, ലോകരാജ്യങ്ങളും യുദ്ധ നിരീക്ഷകരുമൊക്കെ ആദ്യം മുതൽ തന്നെ കരുതുന്ന കാര്യമെന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ തന്നെയാണ്. അതിന് മാസങ്ങളുടെയോ ചിലപ്പോൾ ആഴ്ചകളുടെയോ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ മുന്നൊരുക്കങ്ങളുടെ ഫലമായാണ് ഇറാൻ ഏറ്റവും സുരക്ഷിതം എന്നു കരുതിയ കെട്ടിടത്തിനുള്ളിൽ വെച്ച് തന്നെ ഹനിയെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചത് എന്നാണ് അനുമാനം. അതായത് കൃത്യമായ നിരീക്ഷണം, കൃത്യമായ സ്കെച്ച്, കൃത്യമായ പദ്ധതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്ലാൻഡായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു ഹനിയയുടേത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു തിരിച്ചടി ഇറാൻ കൊടുക്കും എന്നുള്ളത് ലോകരാജ്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അതെപ്പോൾ എങ്ങനെ എന്നത് സംബന്ധിച്ചായിരുന്നു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു യുദ്ധത്തിലേക്ക് പോകും എന്ന് ഇറാൻ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് കൊടുത്തു. ഇസ്രായേൽ ആകട്ടെ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോയി. അമേരിക്കയുമായി ചർച്ച നടത്തി, ബ്രിട്ടനുമായി സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഏത് നിമിഷവും ഇസ്രായേലിനെ സഹായിക്കാൻ സന്നദ്ധരായി. അമേരിക്കയുടെ യുദ്ധം വിമാനങ്ങളടക്കം ഇസ്രായേൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകും എന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ യുദ്ധം ചെയ്യാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാഖിൽ നിന്നുള്ള മിലീഷ്യകളും ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ ഒരു ഡയറക്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഉടനെ ഉണ്ടാകും, മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ആഹ്വാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇസ്മായിൽ ഹനിയുടെ രക്തത്തിന് ഉചിതമായ രീതിയിൽ പ്രതികാരം ചെയ്യും, അതെന്തായാലും ഉണ്ടാകും, അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളതായിരുന്നു. അത് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് അലി ഫഹദി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഇറാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിനുള്ള കൃത്യമായ തിരിച്ചടി ഞങ്ങൾ ഉടൻ കൊടുക്കുമെന്ന് അലി ഫഹദി വ്യക്തമാക്കുന്നു. ആ വ്യക്തമാക്കൽ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ഒരു വശത്ത് ഇറാൻ്റെ വെല്ലുവിളികൾ, ഇറാൻ 2600ഓളം പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നു. അതിൽ തന്നെ 600 എണ്ണത്തോളം അത്യാധുനിക സംവിധാനങ്ങളുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ആയുധങ്ങളാണ്. അതിൽ തന്നെ 210 എണ്ണത്തെക്കുറിച്ച് മാത്രമേ പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വലിയൊരു ആയുധശേഖരം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് ഇറാനിലെ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സംയുക്ത ആക്രമണം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന വെല്ലുവിളി അവർ നടത്തി. ഇസ്രായേലിലെ എയ്ലാത്ത് തുറമുഖത്തിലേക്ക് ഈ സംയുക്ത സേനയുടെ ഒരു ഡ്രോൺ ആക്രമണം നടന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് അലി ഫഹദിയുടെ ഒരു നിർണായകമായ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന ഖൊമൈനിയുടെ വാക്കുകൾ, ആ ആഹ്വാനം, അത് അതേപടി ഉചിതമായി ഞങ്ങൾ നടപ്പാക്കുമെന്ന് ഇറാൻ്റെ സൈന്യ തലവന്മാരിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇത് വെല്ലുവിളികൾ മാത്രമല്ല, മുന്നൊരുക്കങ്ങൾ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊന്നുമല്ല, മറിച്ച് ഒരു വലിയ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു വലിയ യുദ്ധം, അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ കാഹളം ഇറാൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്ന്
വ്യക്തമാവുകയാണ്. അതായത് ഇറാനായിരിക്കും യുദ്ധം തുടങ്ങി വെക്കുക, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും. ആ ആക്രമണം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പറയുന്നത് നീണ്ടു നിൽക്കുന്നതും അതിശക്തമായ പ്രഹരശേഷിയുള്ളതുമായ ഒരു ആക്രമണമായിരിക്കും. ഒരിക്കലും മുന്നറിയിപ്പുകളായിരിക്കില്ല നൽകുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ 1-2 ദിവസമോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണമായിരിക്കില്ല. മറിച്ച് തുടർച്ചയായതും അതികഠിനവുമായ അതിശക്തവുമായ ആക്രമണമായിരിക്കുമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിന് സമയമായി, ഏത് നിമിഷവും അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള സമയമായി എന്നതുകൊണ്ടാണ് ഇസ്രായേലിനടുത്തുള്ള അമേരിക്കൻ സൈനിക ബേസിലേക്ക് 12 യുദ്ധവിമാനങ്ങൾ, 12-ലധികം യുദ്ധവിമാനങ്ങൾ അമേരിക്ക കഴിഞ്ഞ ദിവസം എത്തിച്ചത്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പടക്കപ്പലും സൈനിക ഉദ്യോഗസ്ഥരും ഉപകരണങ്ങളും ഒക്കെ വിട്ടു നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് എന്ന് ഇന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ഇറാനിൽ നിന്ന് പ്രതിരോധിക്കാൻ ആവശ്യമായത് എല്ലാം ചെയ്യുമെന്നാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാര്യം. അതായത് ഒരു യുദ്ധം വരികയാണ്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം വരാൻ പോകുന്നു, അത് ഞങ്ങൾ ചെറുക്കും എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന യുദ്ധം എന്നത്, അല്ലെങ്കിൽ ആക്രമണം എന്നത് ഉറപ്പായ കാര്യമാണെന്ന് അമേരിക്കയും ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ പറയുന്നു, ഞങ്ങൾ ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കും, ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകൾ അക്ഷരം പ്രതി നടപ്പാക്കുമെന്ന് അവിടുത്തെ ഡെപ്യൂട്ടി കമാൻഡന്റ് തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. അതേസമയം വൈറ്റ് ഹൗസിൽ അവിടുത്തെ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും യുദ്ധം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ആക്രമിക്കാനും അമേരിക്ക തിരിച്ചടിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇറാൻ അമേരിക്ക യുദ്ധമെന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യതയുമേറെയാണ്. കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബദ്ധശത്രുക്കളാണ് ഇറാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആയത്തുള്ള അലി ഖൊമൈനി അധികാരത്തിലേറിയതിന് ശേഷം അമേരിക്കക്കെതിരെ അവിടെ നടത്തിയ നീക്കങ്ങൾ, അമേരിക്കക്കാരെ ബന്ദികളാക്കിയിട്ടുള്ള ചരിത്രം, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇടപെടലിനെതിരെ ഇറാൻ സ്വീകരിച്ച നിലപാട്, അങ്ങനെ പല കാലഘട്ടങ്ങളിലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ഇടപെടലുകൾക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമാണ്, ഭരണകൂടമാണ് ഇറാനിലേത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ സൈനിക തലവനായിരുന്ന ഖസീം സുലൈമാനിയെ വധിക്കാനുള്ള നീക്കത്തിന് ഇസ്രായേലും അമേരിക്കയും കൈകോർത്തിരുന്നത്. ഇസ്മായിൽ ഹനിയുടെ വധം നടന്നപ്പോഴും അമേരിക്കയുടെ അടുത്തേക്കാണ് ഇസ്രായേൽ ഓടിയെത്തിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇറാനോടുള്ള പക തീർക്കാനുള്ള ഒരു സാഹചര്യമായി, ഒരു സമയമായി ഇതിനെ അമേരിക്ക കാണുമ്പോൾ, അതേപോലെ തന്നെ ഇറാനും ഈ ഖസീം സുലൈമാനിയുടെ വധം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരമായി, അമേരിക്കയ്ക്കെതിരെ നീങ്ങാനുള്ളൊരു അവസരമായി ഈ അവസരത്തെ കാണുന്നുണ്ട്. റഷ്യയുടെ സഹായം എന്ന് പറയുന്നത്, റഷ്യയുടെ പിന്തുണ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന് ഗണ്യമായി ലഭിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിൽ ന്യൂയോർക്കിലെ UN യോഗത്തിൽ ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞത്, ഇസ്രായേലിനെതിരായ പ്രതികാരത്തിൽ വെടിനിർത്തലിന് യാതൊരു റോളുമില്ല. അതായത് വെടിനിർത്തൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്നും ഈ UN യോഗത്തിൽ ഇറാൻ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം യുദ്ധം എന്നത് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ഇറാൻ തന്നെ അത് തുടങ്ങി വയ്ക്കുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ.